നമ്മുടെ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, സെലസ്റ്റിയൽ ഹാർപ്പ് കുടുംബാംഗങ്ങൾക്കെല്ലാം അഭിവാദനങ്ങളും ആശംസകളും അറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ക്രിസ്തുമസ് കാലയളവാണിത്. തിരുപ്പിറവിയുടെ ആഘോഷപ്പെരുമ. അതോടൊപ്പം ഒരു വർഷം അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം. 2024 വിട പറയാൻ മനസ്സാ ഒരുങ്ങുന്ന സമയം. നവവർഷത്തെ എതിരേൽപ്പാൻ, സ്വാഗതം ചെയ്യുവാൻ മനുഷ്യവർഗം മുഴുവനും സന്നദ്ധരാകുന്ന അവിസ്മരണീയ അനുഭവം. എന്തെല്ലാം ഭവിക്കുമെന്ന് പ്രവചിപ്പാൻ സാധ്യമല്ല, അത് അസാധ്യവുമാണ്. എന്നാൽ നിശ്ചയമായത് നാം ദൈവകരങ്ങളിൽ സുരക്ഷിതർ. പൗലോസ് അപ്പോസ്തലൻ അഗ്രിപ്പാവിനോട് പറഞ്ഞത് ഇത്തരുണത്തിൽ ഓർക്കുക: ദൈവത്തിൻ്റെ സഹായം ലഭിക്കയാൽ ഞാൻ ഇന്നുവരെ നിലനിൽക്കുന്നു. വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാൻ ഒരു വർഷം കൂടി ദൈവം തരുന്നതിനാൽ പ്രതീക്ഷയോടെ പ്രവേശിപ്പാൻ നമുക്കൊരുങ്ങാം. 25 നോമ്പിൻ്റെ അവസരമാണ്. സ്വയപരിശോധനയ്ക്കും സ്വയശുദ്ധീകരണത്തിനും പുനഃസമർപ്പണത്തിനുമുള്ള സമയം. ഈ നാളുകൾ നാം പ്രത്യേകാൽ നോമ്പിൻ്റെ കാലയളവുകളായി കണക്കാക്കുകയാണ്. മംഗളവാർത്താകാലം എന്നറിയപ്പെടുന്ന ഈ കാലം, പീരീഡ് ഓഫ് അനൗൺസിയേഷൻ, ക്രിസ്തു സഭയ്ക്ക് മംഗളവാർത്താകാലം. എന്നാൽ സെക്കറിയാവ് എലിസബത്ത് ദമ്പതികൾക്കോ യോസഫ് മറിയ ദമ്പതികൾക്കോ സംഘർഷഭരിതമായ ജീവിത മുഹൂർത്തമാണ്. പിറവിയുടെ വാർത്ത സുന്ദരമാണ്. എന്നാൽ ഇരു കുടുംബങ്ങൾക്കും സങ്കീർണമായ ചരിത്ര സംഭവത്തിന് സാക്ഷികളാവേണ്ടി വന്നു. ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനത്തിൽ സജീവ സഹകാരികളായി, പങ്കാളികളായി, സമർപ്പിതരായി മാറി. ഇന്ന് സഭയായി യോസേഫിനോടുള്ള അറിയിപ്പിനെ ധ്യാനിക്കുന്ന ദിവസമാണ്. യോസഫ് ദൈവജനത്തിന് ശിഷ്യത്വത്തിൻ്റെ മാതൃക എന്നതാണ് ധ്യാന വിഷയം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ളതാണ് ആധാരവാക്യങ്ങൾ. പുതിയ നിയമ വംശാവലിയിലൂടെ യേശു അബ്രഹാമിൻ്റെയും ദാവീദിൻ്റെയും പുത്രനാകുന്നത് ശാരീരിക ജനനം വഴിയല്ല, പരിശുദ്ധാത്മാവ് മൂലമാണ്. വംശാവലിയിൽ നീണ്ട ചങ്ങലയിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം പലയിടത്തും കാണുന്നുണ്ടെങ്കിലും അതിൽ മാനുഷിക ജനയിതാവ് ഇല്ലാത്ത ഏക കണ്ണി യേശു മാത്രമാണ്. മത്തായി 1:16 അനുസരിച്ച് യേശുവിനെ ജോസഫ് ജനിപ്പിക്കുന്നില്ല, പകരം ജനിപ്പിക്കപ്പെടുകയാണ്. കർമ്മണി പ്രയോഗത്തിലൂടെ സൂചിപ്പിക്കപ്പെടുന്ന ദൈവിക പ്രവൃത്തി എങ്ങനെ സംഭവിച്ചുവെന്ന് വിശദീകരിക്കുന്നു. യേശു കർത്താവിൻ്റെ അസാധാരണ ആളത്വം സുവിശേഷകൻ വെളിപ്പെടുത്തുന്നു. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും എന്ന സുവിശേഷ സത്യം ലോകത്തിന് ബോധ്യപ്പെടുകയാണ്. ആ ജനനം എങ്ങനെ എന്നതാണ് ഇന്നത്തെ വേദഭാഗം. യോസേഫിനുണ്ടായ ദർശനം അതിനുള്ള ഉത്തരമാണ്. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവരാണ് യോസേഫും മറിയയും. നിയമപരമായി ഭാര്യയും ഭർത്താവും എന്ന് കരുതാവുന്നതും അവിശ്വസ്തത കൊണ്ടോ മരണം കൊണ്ടോ മാത്രം വേർപെടുത്തുവാൻ കഴിയുന്നതുമായ ഒരു ബന്ധമാണ് ഇവർ തമ്മിലുള്ളത്. They have to keep the personal integrity and the faithfulness. എന്നാൽ യോസഫിന്റെ പിരിമുറുക്കം സുവിശേഷകൻ വെളിപ്പെടുത്തുന്നു. വിവാഹത്തിന് മുമ്പേ മറിയ ഗർഭവതി. മറിയയുമായി സഹവസിക്കുന്നതിന് മുമ്പേ അവൾ ഗർഭിണിയായി കാണപ്പെടുക അവിശ്വസ്തത പൊറുക്കാനാവില്ല. യോസഫിന്റെ മനസ്സിന്റെ ചാഞ്ചല്യം അളക്കാവുന്നതുമല്ല. അന്തക്ഷോഭത്തിന്റെ, ആത്മസംഘർഷത്തിന്റെ ഒരു കൊടുങ്കാറ്റ് ജീവിതത്തെ തന്നെ തകർത്തു കളയാവുന്ന സ്ഥിതി. രണ്ടുപേരും സമൂഹത്തിന്റെ മുമ്പിൽ അപഹാസ്യരാകാൻ മതിയായ കാരണം. അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ യോസഫിന് ആവർത്തന നിയമം അനുസരിച്ച് സ്ക്രിപ്ചറൽ ഗ്രൗണ്ടുമുണ്ട്. എന്നാൽ he did not disgrace her, he did not expose her, he did not humiliate her, he did not harm her, he did not abuse her, he did not shame her, he did not ridicule her, he did not demean her.
അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ തയ്യാറാകുകയാണ് യോസഫ്. ഇവിടെയാണ് യോസഫിന്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. ദൂതന്റെ ഇടപെടലിന്റെ സ്വാധീനം, ഫലമോ അവൻ മറിയയെ ചേർത്തുകൊണ്ടു. 1-ാം അധ്യായം 24-ാം വാക്യം. ലൂക്കോസ് വ്യക്തമാക്കുന്നു, അവൻ ഗർഭിണിയായ മറിയയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് പോയി. 2-ാം അധ്യായം 4-ാം വാക്യം. നിശബ്ദനായ നീതിമാന്റെ പ്രതികരണം. ദൈവജനത്തിന് ശിഷ്യത്വത്തിന്റെ മാതൃക കാട്ടുന്ന യോസഫിന്റെ അനിതര സാധാരണമായ സ്വഭാവ വൈശിഷ്ട്യം 2 മാതൃകകൾ ശ്രദ്ധേയമാണ്. 1. ദൈവവാക്കിന്റെ സ്വാധീനം ദൈവഹിതത്തോടുള്ള വിധേയത്വമായി മാറി. ലോകാപവാദം വരുത്തി മറിയയെ ഇല്ലായ്മ ചെയ്യുവാൻ എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്ന യോസഫ് മറിയയെ അവമാനിക്കാനാകാത്തവണ്ണം ദൈവവാക്കിന്റെ സ്വാധീനം ദൈവഹിതം നിറവേറ്റുന്നതിന് അവനെ പ്രേരിപ്പിച്ചു. മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട എന്ന ദൈവദൂതന്റെ വാക്കുകൾ രക്ഷാകര ചരിത്രത്തിൽ നിർണായകമായി മാറി. He took God at his word. അതിന്റെ ഫലമോ ആത്മനിയന്ത്രണത്തിന്റെ, ആത്മസംയമനത്തിന്റെ ആൾരൂപമായി മാറി. ജീവന്റെ കാവലാൾ, ദൈവനീതിയുടെ പ്രയോക്താവ്, നിശബ്ദനായ നീതിമാൻ എന്നീ നിലകളിൽ യോസേഫ് അറിയപ്പെടാനിടയായി. നിസാര കാര്യങ്ങളുടെ പേരിൽ ബന്ധങ്ങൾ അറ്റുപോകുന്ന ഈ തലമുറയിൽ യോസഫ് ഒരു മാതൃകയാകണം. ദൈവവാക്കിന് വലയിറക്കാനുള്ള സന്നദ്ധത ജീവിതത്തിന്റെ ഭാഗമാകണം. ആത്മസംഘർഷത്തിന്റെ നടുവിൽ ആത്മസംയമനം നമ്മിലൂടെ വെളിപ്പെടണം. 2. യോസഫിൽ കാണുന്ന വിവേകപൂർണമായ സംയമനം ദൈവജനത്തിന് വേറൊരു മാതൃകയാണ്. നീതിമാനായ യോസഫിന്റെ വിവേകം ഈ തലമുറ ആഘോഷമാക്കണം. പരപുരുഷ ബന്ധമാണ് മറിയയുടെ ഗർഭത്തിന് കാരണമെന്ന് ഏതൊരു സാധാരണക്കാരനും ഊഹിക്കാവുന്നതേയുള്ളൂ. അതാണ് സാമാന്യബുദ്ധി. യോസഫ് അത്തരം സാമാന്യബുദ്ധി ഇല്ലാത്ത ആളല്ല. മറിയയെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ തയ്യാറായത് അതുകൊണ്ടാണ്. പക്ഷേ എല്ലാ കാര്യങ്ങൾക്ക് പിറകിലും ഒരേ യുക്തി തന്നെ ആകണമെന്നില്ല എന്ന് കരുതുവാനുള്ള വിവേകം യോസഫിനുണ്ടായി. ദൈവദൂതന്റെ പ്രത്യക്ഷത വിവേകപൂർണമായ തീരുമാനമെടുക്കാൻ അവനെ സഹായിച്ചു. മറ്റാരോടെങ്കിലുമാണ് അവൻ ആലോചന നടത്തിയിരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു ഉത്തരം യോസഫിന് ലഭിക്കുമായിരുന്നില്ല. ഗർഭിണിയായ ഒരുവളെ കൂടെ പൊറുപ്പിക്കുക എന്നത് വിഡ്ഢിത്തം തന്നെ. എന്നാൽ ദൈവത്തിന്റെ തീരുമാനമാണെങ്കിൽ ഒരു ഭോഷത്വവും അത്ഭുതമായി രൂപാന്തരപ്പെടാതിരിക്കില്ല. ദൈവത്തിന്റെ മുമ്പിൽ അസാധ്യമായതൊന്നുമില്ല. മറിയ ശ്രവിച്ച ദൈവശബ്ദവും അതുതന്നെയാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവനാമത്തിൽ നാം ആരംഭിച്ച പവിത്രമായ ബന്ധങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? ആലോചന മനുഷ്യനോട് മാത്രമാകുന്നത് കൊണ്ടാണ്. കോടതിയിൽ പോയി പരിഹാരം കാണുന്നതോ ഉത്തമം. അവനെയോ അവളെയോ സ്വീകരിപ്പാൻ നീ ശങ്കിക്കേണ്ട എന്ന് പറഞ്ഞു തരാൻ ആർക്കുമാവില്ല. അത് ദൈവത്തിന് മാത്രമേ ആവൂ. ആകയാൽ ആലോചനയ്ക്ക് ആദ്യം ചെല്ലേണ്ടത് ദൈവത്തിന്റെ അടുത്തേക്കാണ്. അതിന്റെ ഫലമായി മറിയയുടെ ജീവൻ അപകടത്തിലാക്കുന്ന മതനിയമത്തോട് യോസഫ് ചേർന്നു നിൽക്കുന്നില്ല. മതത്തിന്റെ നീതിയെ അതിവർത്തിക്കുന്ന സ്വർഗീയ നീതിയാണ് യോസഫ് പ്രകടിപ്പിക്കുന്നത്. സ്നേഹത്തിലും കരുണയിലും അധിഷ്ഠിതമായ ഉയർന്ന നീതിബോധമാണ് യോസഫിൽ നാം കാണുന്നത്. നീതിമാനായ യോസഫിൽ കരുണയുടെ സ്വർഗീയ മുഖം. ബന്ധങ്ങളെ കരുണ കൊണ്ട് വിശുദ്ധമാക്കാൻ കഴിയുന്നവരുടെ ദാമ്പത്യമാണ് നിലനിൽക്കുന്നത്. ദൈവഹിതത്തിന് വിധേയപ്പെട്ട് മറിയയെ ചേർത്ത് നിർത്തിയ യോസഫ് ദൈവജനത്തിന് മാതൃകയാണ്. സമർപ്പിതരെ തേടിയലയുന്ന ദൈവത്തിന്റെ മനസ്സ് തിരിച്ചറിയുവാൻ, അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയരെ, ദൈവവാക്കിന് വില കൊടുക്കുന്ന, വിവേകപൂർവ്വം തീരുമാനമെടുക്കുന്ന ജീവിതശൈലി സ്വീകരിപ്പാൻ നമുക്ക് സന്നദ്ധരാകാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. വിഷ് യു ഓൾ എ മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ.